അതായത് ഇപ്പോൾ ഈ റഡാറുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാണ് നമ്മളോട് സംസാരിച്ചത്. അവർ പറഞ്ഞത് ഈ ഒരു 50 മീറ്റർ പരിധിയിലുള്ള ആളുകളെ മൊത്തം അവിടെ നിന്ന് മാറ്റണം. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ കുറച്ച് മുകളിലായാണ്, കുറച്ച് ഉയർച്ചയിലേക്കായി മാറി നിൽക്കുകയാണ്. ഈ റഡാർ സിഗ്നലിന് എന്തെങ്കിലും തരത്തിലുള്ള തടസ്സം സംഭവിക്കാതിരിക്കാനാണത്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, അതായത് 2 മീറ്റർ താഴ്ചയിലേക്ക് ഈ ഒരു സിഗ്നൽ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. 2 മീറ്റർ 1.8 എന്നാണ് പറഞ്ഞത്. 1.8ന്റെയും 2 മീറ്റർ താഴ്ചയിലേക്ക് ഇപ്പോഴും ആ സിഗ്നൽ ഈ റഡാർ വീണ്ടും അത് ഉപകരണം അതിന്റെ ചാർജ് ചെയ്ത് വീണ്ടും എത്തിച്ചതാണ്. അപ്പോഴും അതേ സിഗ്നൽ അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഏറ്റവും ആശാവഹമായ കാര്യം തന്നെയാണ്. എന്താണ് ആ ഒരു സാന്നിധ്യം എന്നാണ് തിരിച്ചറിയേണ്ടത്. ശ്വാസം എന്തായാലും ലഭിക്കുന്നുണ്ട്. ഒരു മനുഷ്യന്റേതാണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ പരിശോധിക്കാനായുണ്ട്. അതിന് നമുക്ക് ഏറ്റവും പ്രതീക്ഷയായുള്ള ഒരു സിഗ്നൽ ലഭിച്ചിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ആ ഒരു മേഖലയിലേക്ക് മണ്ണുമാന്തി യന്ത്രങ്ങൾ എത്തിച്ച് നമ്മൾ മണ്ണ് വകഞ്ഞു മാറ്റി ഉള്ള ഒരു പരിശോധന നടത്തുകയാണ്. ആ ഒരു പ്രദേശത്ത് ഈ മണ്ണുമാന്തി യന്ത്രവും ഇതുമായി ബന്ധപ്പെട്ട റഡാറിന്റെ ഒരു ഉദ്യോഗസ്ഥനും NDRF സേനയിൽ ഒരാളും മാത്രമേ നിൽക്കുന്നുള്ളൂ എന്നുള്ളതാണ്. ആ മേഖല ഫോക്കസ് ചെയ്ത് തന്നെ ഇത് പരിശോധിക്കേണ്ടതായുണ്ട് എന്നുള്ളതാണ്. നമുക്ക് ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് ഈ ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ട് ഈ റഡാറിന്റെ ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിച്ച വിവരം എന്നുള്ളതാണ്. അപ്പോൾ അത് കേന്ദ്രീകരിച്ചുള്ള തിരച്ചിൽ അവിടെ പുരോഗമിക്കുന്നു. 50 മീറ്റർ പരിധിയിൽ ആളുകളെ നിർത്തിയാൽ അത് ഈ ഒരു ദൗത്യത്തിന് തടസ്സമാകും എന്നുള്ളത് തന്നെയാണ്. ദൗത്യം ദുഷ്കരമാകുന്ന ഒരു സാഹചര്യം, ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി മഴയായിരുന്നു. ഈ ഒരു ദൗത്യം തുടങ്ങിയത് മുതൽ, ഈ ഒരു ഓപ്പറേഷൻ തുടങ്ങിയത് മുതൽ മഴ മാറി നിൽക്കുന്നു എന്നത് ഒരു ശുഭസൂചനയായുള്ള കാര്യമാണ്. മഴ കൂടി എത്തിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ദൗത്യത്തിനും കൂടി മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുള്ള തെരച്ചിലിനും കൂടി പ്രതിസന്ധിയാകുന്ന സാഹചര്യം ഉണ്ടാകും. എന്തായാലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു സാധ്യത അവിടെയുണ്ടോ, ഒരു അതിജീവനത്തിലുള്ള ഒരു സാധ്യത അവിടെ അദ്ദേഹം പ്രവചിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് ശ്വാസമാണ് ഡിറ്റക്ട് ചെയ്യുന്നത്. ഈ കെട്ടിടത്തിന് താഴെയായ ഒരു എയർ ഹോൾ ഉണ്ട്. അവിടെ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അതുവഴി അവിടെ അതിജീവിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് പറയുന്നത് ഏറ്റവും പ്രതീക്ഷയുള്ള കാര്യം തന്നെയാണ്. 4 ദിവസമായി ഈ തിരച്ചിൽ തുടങ്ങിയിട്ടപ്പോൾ നമ്മൾ ആ ഒരു പ്രതീക്ഷയിൽ ഇപ്പോൾ തിരയുന്നു എന്നുള്ളതാണ്. ഈ റഡാർ സിഗ്നലിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ തിരച്ചിൽ നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന കാര്യം. പ്രതീക്ഷ അരുൺ, ഈ തിരച്ചിലിന് ഇപ്പോൾ നടക്കുന്ന നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് ഒരു കലിങ്കിന് അടിവശത്തേക്കുള്ള പരിശോധന, അവിടെ നിന്നുള്ള മറ്റ് വേസ്റ്റുകളൊക്കെ മാറ്റുകയാണ്. ഇതിൽ നിന്നും ഏകദേശം എത്ര ദൂരത്തോടു കൂടിയാണ് ഈ സെൻസർ ലഭ്യമായിരിക്കുന്നത് ഈ തെർമൽ സ്കാനിങ്ങിൽ? 2 മീറ്റർ അകലെ അങ്ങനെയാണ് നമുക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അത് 0.8 മീറ്റർ മുതൽ 2 മീറ്റർ വരെ എന്നുള്ളതാണ് റേഡിയസ് കാണിക്കുന്നത്. ഈ റഡാറിന്റെ റേഡിയസ് കാണിക്കുന്നത് അങ്ങനെയാണ്. അതിന് അടുത്തായി നമുക്ക് അദ്ദേഹം കൃത്യമായി തന്നെ കാണിച്ചു തന്നിരുന്നു. ഈ ബ്ലൂ സിഗ്നൽ ഉണ്ട്. ബ്ലൂ സിഗ്നലാണ് ശ്വാസമായി കണക്കാക്കുന്നത്. അതിനിടെയുള്ള റെഡ് സിഗ്നലൊക്കെ അതിന്റെ ഒരു തടസ്സങ്ങളാണ്, അതിന് ഇന്റർസെപ്റ്റ് ചെയ്യുന്ന സിഗ്നലുകളാണ്. അതാണ് ആ മീറ്ററിൽ നിന്ന് ഞാനിപ്പോൾ അത് നേരിട്ട് കണ്ടിരുന്നു. അദ്ദേഹം കാണിച്ചു തന്ന ആ മീറ്റർ പ്രകാരം നമുക്കറിയുന്നത് അവിടെ ഡിറ്റക്റ്റഡ് എന്ന് പറഞ്ഞ ഒരു ബ്ലൂ സിഗ്നൽ കാണിക്കുന്നുണ്ട്. ആ മേഖല എന്ന് പറഞ്ഞത് പ്രതീക്ഷ ചോദിച്ച ഒരു ദൂരം എന്ന് നമുക്ക് കണക്കാക്കാവുന്നത് 2 മീറ്റർ ആണ്. 2 മീറ്റർ താഴ്ചയിലേക്ക് കൂടെയാണ് എന്നൊരു സാധ്യത കൂടിയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ ഒരു മേഖലയിൽ ഈ ഇദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ശാസ്ത്രജ്ഞർ സിഗ്നൽ പ്രകാരമുള്ള അനുമാനങ്ങൾ അനുസരിച്ച് നിർദ്ദേശങ്ങൾ നൽകുന്നു. NDRFന്റെ സേന അവർക്കൊപ്പം ഉണ്ട്. ഏതു തരത്തിൽ ആളുകളെ മാറ്റണം, ഈ 50 മീറ്റർ പരിധിയിലേക്ക് ആളുകളെ മാറ്റണം എന്ന് പറഞ്ഞതനുസരിച്ച് അവിടുന്ന് ആളുകളെ മാറ്റിയിട്ടുണ്ട്. ഏതു തരത്തിലേക്ക് ഈ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് അവിടെ തിരയണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. ഇതെല്ലാം പരിശോധിച്ചു വരികയാണ്. അവിടേക്ക് നമ്മുടെ മുണ്ടക്കൈ ടോപ്പ് ഭാഗമാണല്ലേ, ടോപ്പ് ഭാഗം? അതെ. മുണ്ടക്കൈ ടോപ്പ് ചൂരൽ മലയിൽ നിന്ന് നമ്മൾ ഏകദേശം 3 കിലോമീറ്ററോളം മുകളിലേക്ക് കയറിയാണ് ഇവിടെ എത്തുന്നത്. മുണ്ടക്കൈ മുകൾ മേഖലയാണ്. ഇവിടെയാണ് ഇതിന്റെ പ്രഭവ കേന്ദ്രത്തിന് കുറച്ച് താഴെയായുള്ള ഒരു പ്രദേശമാണ്. ആ പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് ഈ മണ്ണ് എങ്ങനെ ഒലിച്ചു പോയേക്കുന്ന, ഇത് മണ്ണ് ഇടിഞ്ഞ് ഒരു പാത എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പോയിരിക്കുന്ന ഒരു വഴി ആണ് ഈ ഒരു സ്ഥലം എന്ന് ഉള്ളതാണ് ഈ കെട്ടിടം കാണുന്ന ഇപ്പോൾ തെരച്ചിൽ നടക്കുന്ന ആ ഒരു മേഖല. പ്രതീക്ഷ